നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഘട്ടം ഘട്ടമായി മാത്രമേ EVM നിരോധിക്കാൻ പോലും കഴിയുകയുള്ളൂ എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനായ ജ്ഞാനേഷ് കുമാർ പറയുന്നത്. എന്നാൽ അതിന് പോലും ചില നിയമ തടസ്സങ്ങളുണ്ട്. എന്തു നിയമ തടസ്സം? ഇതൊക്കെ കേന്ദ്ര സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൂടെ നടത്തുന്ന ഒത്തുകളിയല്ലേ എന്ന് പ്രതിപക്ഷവുമായി നടത്തിയ ചർച്ചയിൽ പ്രതിപക്ഷത്തു നിന്നുള്ള പ്രതിനിധികൾ ചോദിച്ചതാണ്. തൃണമൂൽ MPമാർ ഇതുമായി ബന്ധപ്പെട്ട് ജ്ഞാനേഷ് കുമാറിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് വരെ പോയി എന്നാണ് അദ്ദേഹം പിന്നീട് വെളിപ്പെടുത്തിയത്. എന്നാൽ അങ്ങനെയല്ല സംഭവം. വാർത്തകൾ വളച്ചൊടിക്കുന്ന ഗോദി മീഡിയകൾ ഏകപക്ഷീയമായി BJPക്ക് ഹാനികരമാണ് ഇപ്പോഴത്തെ സാഹചര്യം എന്നത്, അല്ലെങ്കിൽ ഗ്രൗണ്ട് സിറ്റുവേഷൻ എന്നത് മനസ്സിലാക്കുമ്പോൾ അവർ BJPയെ സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടി പല നിർണായക കള്ളക്കളികളും കളിക്കുകയാണ്. അത് ഇപ്പോഴത്തെ സിസ്റ്റത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ഇപ്പോഴത്തെ സിസ്റ്റം എന്നത് ഭരണഘടനയെ ഇഞ്ചിഞ്ചായി കശാപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഈ കേന്ദ്ര തലത്തിൽ അണിയറയിൽ നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ സംവിധാനങ്ങളെക്കുറിച്ചും ഇപ്പോഴത്തെ ഇലക്ഷൻ പ്രക്രിയകളെക്കുറിച്ചും ജ്ഞാനേഷ് കുമാറിൽ നിന്നും വ്യത്യസ്ത അഭിപ്രായമാണ് മറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളായിട്ടുള്ള വിവേക് ജോഷി ഉൾപ്പെടെയുള്ളവർക്ക് പറയാനുള്ളത്. അവർ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നു, ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണെങ്കിൽ അതിൽ നിർണായകമായി ഒരു ഇൻട്രോസ്പെക്ഷൻ ആവശ്യമാണ്, ഒരു സ്വയം തിരുത്തൽ നടപടികളിലേക്ക് മുന്നോട്ട് വെക്കേണ്ടതുമാണ്. ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുള്ള ചരിത്രം പരിശോധിച്ചാൽ EVM സംവിധാനം ഇല്ലാതെയും ഇലക്ഷനുകൾ ഭംഗിയായി നടക്കും. അതിന് കാലതാമസം ഉണ്ടായിരിക്കാം. അമേരിക്കയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ വളരെ വ്യക്തമായി തന്നെയാണ് പ്രതിപക്ഷം ഉദ്ധരിച്ചിട്ടുള്ളത്. EVM മൊത്തത്തിൽ നിരോധിച്ചാൽ മാത്രമേ ഈ രാജ്യത്ത് സുസ്ഥിരമായ ഒരു ഭരണ സംവിധാനത്തിലേക്ക്, അല്ലെങ്കിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷം ജനങ്ങളുടെ സർക്കാർ അധികാരത്തിലേക്ക് വരൂ. അത് ഏത് സർക്കാരായിരുന്നാലും മാനിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്നതാണ് പ്രതിപക്ഷം പറയുന്നത്. അതിനാണ് BJP ഇങ്ങനെ വലിയ തോതിൽ കാടടച്ച് വെടിവെക്കാൻ ശ്രമിക്കുന്നത്. കാരണം BJP നേതാക്കൾക്ക് അറിയാം, കേന്ദ്രത്തിലായിരുന്നാലും സംസ്ഥാനങ്ങളിലായിരുന്നാലും ഇത്തരത്തിൽ EVM പരിപൂർണമായി നിരോധിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് അവരെ വളരെയധികം വിരളി പിടിപ്പിക്കുകയാണ്. പഞ്ചാബിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രദേശങ്ങളിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, EVM നിരോധിച്ചാൽ അവർക്ക് ട്രെൻഡ് മനസ്സിലാക്കി കൃത്യമായി കള്ളക്കളികൾ നടത്താൻ കഴിയില്ലല്ലോ എന്ന വിഷമമുണ്ട്. ഇതുതന്നെയാണ് പ്രതിപക്ഷം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങൾക്കും ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തിൻ്റെ നിലപാടുകളോട് പൂർണ്ണമായ യോജിപ്പുണ്ട് എന്നത് ഇപ്പോൾ ജ്ഞാനേഷിനെ ആകെ പ്രതിസന്ധിയിലാഴ്ത്തുന്ന ഒരു കാര്യമാണ്. ജ്ഞാനേഷിനെ വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യാൻ കൃത്യമായി, അതായത് തെളിവുകൾ സഹിതം ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് പ്രതിപക്ഷം അതുകൊണ്ടാണ് പോകുന്നത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജ്ഞാനേഷ് കുമാറിനെ നിർത്തിപ്പൊരിക്കാൻ കൃത്യമായൊരു അവസരം കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഉൾപ്പെടെ ജ്ഞാനേഷിന് വേണ്ടി ഡിഫെൻഡ് ചെയ്യുമ്പോൾ ജ്ഞാനേഷ് പ്രതിസന്ധിയിൽ കൂടുതലാകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്.